സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണാമോ? കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയാണ്, സിക്കകത്തുള്ളത്. ഓക്കെ. നമ്മൾ മാത്തമാറ്റിക്സിനകത്തുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ? ലെസ് ദാൻ എ, ലെസ് ദാൻ ബി, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എ, ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഈക്വൽ ടു എ, ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു എ, നോട്ട് ഈക്വൽ ടു ബി. ഇതെല്ലാം നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് കണ്ടിട്ടുള്ള കണ്ടീഷൻസ് അല്ലേ? ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ സിക്കകത്തും അതുപോലെ കുറെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ദ ഈഫ് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ്. The if statement to specify a block of code to be executed if a condition is true. അപ്പോൾ നമ്മൾ ഈഫിന്റെ അകത്ത് എഴുതുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് ഈഫ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സിന്റാക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഈഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് എഴുതുക, കണ്ടീഷൻ, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഇവിടെ എഴുതാം. ഓക്കെ. ആദ്യത്തെ ശ്രദ്ധിച്ചോണം കേട്ടോ, ആദ്യത്തെ. ഓക്കെ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മളിപ്പോ ഈഫ് ആണ് പറയാൻ പോകുന്നത്. എന്ത് പറയാൻ പോകുന്നത്? ഈഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അപ്പൊ ഈഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതുന്നത്? ആദ്യം ഈഫ് എഴുതുക, എന്നിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് എഴുതുക, അതിന്റെ അകത്ത് എന്ത് എഴുതുക? കണ്ടീഷൻ എഴുതുക. ആ കണ്ടീഷന്റെ അകത്ത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളത് എഴുതി കൊടുക്കുക കേട്ടോ. ഇവിടെ എന്തുവാ പറഞ്ഞേക്കുന്നത്? if 20 greater than 80 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് 20 is greater than 80 എന്ന് പ്രിന്റ് ചെയ്യണം. അത് മനസ്സിലായോ? ഇഫ് മനസ്സിലായോ? ആദ്യത്തിന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ നമ്മുടേതായിട്ടൊരു കോഡ് എഴുതാം ഈഫിന്റെ. ഓക്കെ. അപ്പൊ ഞാനിവിടെ എ കൊടുത്തു, ഇന്റ് എ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കൊടുത്തു, ഇന്റ് ബി ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുക, if a less than b ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ഓഫ് a is less than b. ശ്രദ്ധിച്ചിരിക്കണേ, എന്നിട്ട് ക്ലോസ് ചെയ്യാം. നമ്മുടേതായിട്ടുള്ള ഈഫ് എന്താ എഴുതുന്നതെന്ന് മനസ്സിലായോ? ഞാൻ എക്ക് എന്ത് വാല്യൂ കൊടുത്തു? 3 കൊടുത്തു. ബിക്ക് എന്ത് വാല്യൂ കൊടുത്തു? 4 കൊടുത്തു. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് എവിടുന്നാ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ സൗണ്ട്? ഹലോ, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് എവിടുന്ന? ഫാനിന്റെ എന്തോ, എന്റെ ഇവിടുത്തെ ഫാനിന്റെ വല്ലോ ആണ്? ആണോ? ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു എരപ്പ് പോലെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ആദ്യത്തിന് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. ഇപ്പോഴും സൗണ്ട് ഒന്നും ഇല്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള കോഡ് നോക്കുവാണ്. അപ്പൊ ഈ കോഡ് എന്തോ ചെയ്യുന്നത്? എയുടെ വാല്യൂ ഞാൻ 3 കൊടുത്തു, ബിയുടെ വാല്യൂ എന്ത് കൊടുത്തു? 4 കൊടുത്തു. എന്നിട്ട് ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് എ ഈസ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞ് കൊടുക്കണം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്തോ ഔട്ട്പുട്ട് വന്ന്? എ ഈസ് ലെസ് ദാൻ ബി എന്നല്ലേ വന്നേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഓക്കെ. ഈ സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് എങ്ങനെയാ? ഇഫ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കൊടുക്കണ്ടേ? എങ്ങനെയാ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ? ഇഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോ ആദ്യത്തെ? ഓക്കെ. ഇനി അതുപോലെ നമുക്ക് അടുത്ത ഒരു ഈ സ്റ്റേറ്റ്മെന്റ് അടുത്ത് നോക്കാം. ഇത് ഓക്കെ. ഇന്റ് എക്സ് ഈസ് ഇക്വൽ ടു 20, ഇന്റ് വൈ ഈസ് ഇക്വൽ ടു 80.
ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നോക്കാം. ഓക്കെ, ഇൻറ്റു എക്സ് ഈസ് ഇക്വൽ ടു 20 ഇൻറ്റു വൈ ഈസ് ഇക്വൽ ടു 80. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. ഈ കോഡ് മനസ്സിലായല്ലോ. തിരിച്ച് ഞാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ മാറ്റി ലെസ് ദാൻ ഇട്ടു, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും നോക്കാം. ഔട്ട്പുട്ട് കിട്ടുന്നില്ല, എന്തോ സൈറ്റിന്റെ ഇഷ്യൂ. വേറെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ശരിയായിരുന്നു, നമ്മളിവിടെ ചെയ്തത് ശരിയായിരുന്നു. ഔട്ട്പുട്ട് കിട്ടാഞ്ഞ കാരണം കണ്ടീഷൻ തെറ്റായതുകൊണ്ട്. കണ്ടോ, മനസ്സിലായോ? ഞാനേ അത് എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കിട്ടാത്തതെന്ന് വിചാരിച്ച് വേറെ കമ്പനിയിലും എടുത്തു. സത്യത്തിൽ അവിടെ ഔട്ട്പുട്ട് കിട്ടുവോ? നോക്കിയേ, അവിടെ ഔട്ട്പുട്ട് കിട്ടുവോ? കിട്ടത്തില്ല. ഞാൻ വിചാരിച്ചു ഇതിന്റെ സൈറ്റിന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ഞാൻ പുതിയ കമ്പനിയിൽ എടുത്തു. ഞാൻ ആ പ്രോഗ്രാം കോഡ് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ നോക്കിയാൽ അവിടെ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ വൈ. സത്യത്തിൽ അവിടെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രിന്റ് എഫ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഈഫ് എൽസ് നോക്കാം. ശ്രദ്ധിക്കണേ, ഈഫ് എൽസ് എന്ന് വെച്ചാൽ ഈഫ് ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഈ എൽസ് ബ്ലോക്കിൽ എഴുതിയേക്കുന്ന വർക്ക് ചെയ്യും. ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നിങ്ങൾ പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. Use the else statement to specify a block of code to be executed if condition is false. നമ്മൾ ഈ അടുത്ത് ഈഫിന്റെ അകത്ത് എഴുതിയേക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ എൽസ് ബ്ലോക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈഫ് എൽസിന്റെ സിന്റാക്സ് എങ്ങനെയാ? ഈഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ദി ഈഫ് കണ്ടീഷൻ ഈസ് ട്രൂ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ എൽസ് ബ്ലോക്ക് എഴുതുക. അതിനുശേഷം കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ എൽസ് ബ്ലോക്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ദി കണ്ടീഷൻ ഈസ് ഫാൾസ് അത് എഴുതി കൊടുക്കണം. അതാണ് ഈഫ് എൽസിന്റെ കോഡ്. നമുക്ക് ഒരു പ്രോഗ്രാം വെച്ച് നോക്കാം. ഈഫ് എൽസ്. ഓക്കെ, ഇവിടെ എന്തോ ചെയ്തേക്കുന്നത്? ഇൻറ്റു മെയിൻ ഇൻറ്റ് ടൈം ഈക്വൽ ടു 20. ടൈം എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ എന്ത് ആയിട്ട് ഡിക്ലെയർ ചെയ്തു? 20 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇഫ് ടൈം ലെസ് ദാൻ 80 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ഗുഡ് ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി അല്ല എൽസ് ഈ ടൈമിന്റെ വാല്യൂ ലെസ് ദാൻ 18 അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, എന്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അതാണ് ഈഫ് എൽസിന്റെ പ്രോഗ്രാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്? ഗുഡ് ഡേ ആയിരിക്കും കിട്ടുന്നത്? ഗുഡ് ഈവനിങ് ആയിരിക്കും കിട്ടുന്നത്? ഏതായിരിക്കും കിട്ടുന്നത്? ഗുഡ് ഈവനിങ് ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അല്ലേ? മനസ്സിലായോ? ഓക്കെ, ആദ്യത്തിന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്താണ് പറഞ്ഞേ? ശ്രദ്ധിക്കണേ. അപ്പം ഇൻറ്റ് ടൈം ഈക്വൽ ടു 20 ഇഫ് ടൈം ലെസ് ദാൻ 18 ആണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ലെസ് ദാൻ മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ കൊടുത്തു. അപ്പൊ എന്ത് വാല്യൂ പ്രിന്റ് ചെയ്യും? ആദ്യത്തെ പറഞ്ഞേ ഗുഡ് ഡേ പ്രിന്റ് ചെയ്യോ? ഗുഡ് ഈവനിങ് പ്രിന്റ് ചെയ്യോ? ഞാൻ പെയിന്റ് എടുത്തോളാം. പറഞ്ഞേ, ഈ കോഡിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ആദ്യത്തെ ഈ കോഡിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ഇതിൽ ഏതായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ഗുഡ് ഡേ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ഗുഡ് ഈവനിങ് ആയിരിക്കും? ഞാൻ ടൈം ഗ്രേറ്റർ ദാൻ 18 കൊടുത്തു. ഗുഡ് ഈവനിങ് ആണോ? ഒന്നുകൂടെ നോക്കി. ടൈം ഈക്വൽ ടു 20 ഇഫ് ടൈം ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ പ്രിന്റ് ഓഫ് ഗുഡ് ഡേ, എൽസ് പ്രിന്റ് ഓഫ് ഗുഡ് ഈവനിങ്. അപ്പൊ എന്തായിരിക്കും പ്രിന്റ് ആവുന്നത്? ഗുഡ് ഡേ ആയിരിക്കും ഇതിൽ പ്രിന്റ് ആവുന്നത്. ഞാൻ ആദ്യം ഗുഡ് ഈവനിങ് പറഞ്ഞതോ? ഗ്രേറ്റർ ദാൻ നോക്കിയില്ലായിരുന്നു. മനസ്സിലായല്ലോ? അതിലേക്ക് മനസ്സിലായല്ലോ?
അല്ല ഭദ്ര, മനസ്സിലായല്ലോ? ആ ഓക്കെ. ആ ഓക്കെ ഓക്കെ, ശരി ശരി. ആ ഓക്കെ. അപ്പൊ ഇത് നമ്മൾ എന്തോ പറഞ്ഞ ഈ ഫെൽസ്, നമ്മളിപ്പോ എന്ത് പഠിച്ചേ? ഈ ഫെൽസ് ആണ് പഠിച്ചത് അല്ലേ? ഈ ഫെൽസ്, ഈ ഫെൽസിനകത്ത് നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളായിരുന്നു. ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ഇനി ഈ കണ്ടീഷൻ ഇത് ഫാൾസ് ആണെങ്കിൽ, ഇത് ഫാൾസ് ആണെങ്കിൽ, ഈ കണ്ടീഷൻ, ഈ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈ എൽസ് ബ്ലോക്കിനകത്ത് എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇത് ഇത്രേ പറഞ്ഞു തരത്തുള്ളൂ. ഇത് വെച്ചിട്ട് ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ള ചെക്കിങ് ചെയ്യേണ്ട നമ്പർ നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമോ? ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. അതിന്റെ കോഡും നോക്കാവേ. നോക്കി ഈ കോഡ് നോക്കി, ഈ ഫെൽസ് വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കണേ. നമ്മൾ ഓഡ് ഓർ ഈവൻ ചെയ്യാൻ പോവാ. ഓഡ് ഓർ ഈവന്റെ പ്രോഗ്രാം ആണിത്. ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ. എന്റർ ആൻ ഇന്റിജർ. ഓക്കെ, ഇതിനകത്ത് ആൾറെഡി നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനകത്ത് എങ്ങനെ ഒരു നമ്പർ റീഡ് ആവും? ഇന്റിജർ നോക്കി, ഞാൻ ഇവിടെ കൊടുക്കുക 2. ഇത് ഈവൻ ആണോ ഓഡ് ആണോ? 2 എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡ് ആണോ? ഈവൻ. ഞാൻ എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് എന്ത് വന്നു? 2 ഈസ് ഈവൻ എന്ന് വന്നു. ഓക്കെ, ഇനി ഒന്നുകൂടി ഈ പ്രോഗ്രാം റൺ ചെയ്യുക. ഞാൻ ഔട്ട്പുട്ട് മാത്രമേ കാണിക്കുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ വർക്കിംഗ് പറയണം കേട്ടോ. 5 പറഞ്ഞു, ഔട്ട്പുട്ട് എന്ന് വെച്ചു 5 ഈസ് ഓഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. അതായത് പ്രോഗ്രാം ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി ഫസ്റ്റ് എന്തുവാ? ഇന്ത്യൻ നം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ നമ്മൾ ഈ എൻ്റർ ചെയ്യുന്ന നമ്പർ ഈ 5 ഒക്കെ എവിടെ പോയാ സ്റ്റോർ ആവുന്നത്? ഈ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്താ പോയി സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു വേരിയബിൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പ്രിന്റ് ഓഫ് എൻ്റർ ആൻ ഇന്റിജർ, ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കണ്ടേ? അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഒരു പ്രിന്റ് ഓഫ് കൊടുത്തു, എൻ്റർ ആൻ ഇന്റിജർ. ഇനി നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ ഈ 5 എന്ത് ചെയ്യണം? ആ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കാൻ ഓഫ് യൂസ് ചെയ്യുന്നത്. സ്കാൻ ഓഫ് %d ആംപർസാൻഡ് നം. ഓക്കെ, ആംപർസാൻഡ് നമുക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഇന്നലെ പഠിച്ചേ. ഓക്കെ, ആംപർസാൻഡ് നം. എന്നിട്ട് നോക്കിയേ, ഇഫ് നം മോഡ് 2 ഈക്വൽ ടു 0. അപ്പൊ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ ഒരു നമ്പർ ഈവൻ ആണോ, ഇപ്പൊ 2 ഈവൻ ആണോ എങ്ങനെയാ നോക്കുന്നത്? 2 ഡിവൈഡ് ബൈ 2 ചെയ്യണം അല്ലേ? അപ്പം റിമൈൻഡർ 0 ആണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ്? 1 into 2 2. റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ എന്താണ്? ഈവൻ ആണ്. അത്ര അറിയാലോ. റിമൈൻഡർ 0 ആണെങ്കിലാണ് ആ നമ്പർ എന്ത് ചെയ്യുന്നത്? ഈവൻ ആവുന്നത്. നമുക്കൊരു ഓഡ് നമ്പറിന്റെ കേസ് നോക്കാം. ഇപ്പൊ 3 ഓഡ് നമ്പർ ആവുന്നത് എങ്ങനെ നമ്മൾ അറിയുന്നത്? 3 ഡിവൈഡ് ബൈ 2 ചെയ്യണം അല്ലേ? 3 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുമോ? ഇല്ല, റിമൈൻഡർ അവിടെ 1 ആണ് കിട്ടുന്നത്. റിമൈൻഡർ 1 ആവുന്ന എല്ലാം എന്താണ്? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ റിമൈൻഡറിന്റെ വാല്യൂ 0 ആവുന്ന എല്ലാം, റിമൈൻഡറിന്റെ വാല്യൂ 0 ആവുന്ന എല്ലാം ഈവൻ നമ്പരും, റിമൈൻഡറിന്റെ വാല്യൂ 1 ആവുന്ന എല്ലാം ഏത് നമ്പരുമാ? ഓഡ് നമ്പരും ആണ്. ഓക്കെ, അത് പഠിച്ചു വെക്കണം. അപ്പൊ നമ്മളിവിടെ ഈവൻ ആണോ ഓടാ റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർസെന്റേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർസെന്റേജ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇഫ് നം പെർസെന്റേജ് 2 ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഓഫ് പെർസെന്റേജ് d ഈസ് ഈവൻ നം 1. എൽസ് ഇനി ഇത് നം മോഡ് 2 ഈക്വൽ ടു 0 അല്ല എങ്കിൽ അത് എന്തായിരിക്കും? അത് ഓഡ് ആയിരിക്കും. അതാണ് ഈസ് ഓഡ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. എന്നിട്ട് റിട്ടേൺസ്. ഇത്
ഇത് മനസ്സിലായോ? ഭദ്രയ്ക്ക് മനസ്സിലായോ? മൈക്ക് ഓപ്പൺ ചെയ്യാൻ വയ്യെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. ഇൻകമിംഗ് മെസ്സേജിനകത്ത് എസ് എന്ന് പോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇൻകമിംഗ് മെസ്സേജിനകത്ത് ടൈപ്പ് ചെയ്തോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. ഓക്കെ, ആദ്യത്തിന് മനസ്സിലായല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതാണ് ഈവൻ ഓർ ഓഡിന്റെ പ്രോഗ്രാമേ. ഈ ഫെൽസ് കഴിഞ്ഞു. ഞാൻ ഇനി കുറെ ക്വസ്റ്റ്യൻ തരാത്ത നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതിയേ. ഇനി നിങ്ങൾ തന്നെ നോക്കിയേ, ഇത് എൽസി സ്റ്റേറ്റ്മെന്റ്. ഈ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയിട്ട് എന്താണ് എൽസി സ്റ്റേറ്റ്മെന്റ് എന്ന് ഇപ്പൊ പറയണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറ, എന്താണ് എൽസി സ്റ്റേറ്റ്മെന്റ്. ഈഫ് ഈഫൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. The else if statement is to specify a new condition if the first condition is false. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പിന്നെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൽസ് ഇഫ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് എങ്ങനെയാ? ഇഫ് കണ്ടീഷൻ 1, ആ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ട്. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി അതല്ല, ഈ കണ്ടീഷൻ ഫാൾസ് ആണ്, അപ്പോൾ എൽസ് ഇഫ് എന്ത് ചെക്ക് ചെയ്യും? അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. എന്നിട്ട് ആ കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇതൊന്നുമല്ല, കണ്ടീഷൻ 1 കണ്ടീഷൻ 2 ഫാൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കും, എൽസ് ബ്ലോക്കിൽ പറഞ്ഞു കൊടുക്കും. ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ് ആൻഡ് കണ്ടീഷൻ 2 ഈസ് ഫാൾസ്. ഓക്കെ, അതായത് എൽസ് ബ്ലോക്കിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് എന്തായിരിക്കും? ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ 1 ആൻഡ് കണ്ടീഷൻ 2 ഫാൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ എൽസ് ബ്ലോക്കിനകത്ത് പറഞ്ഞു കൊടുക്കും. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. എക്സാമ്പിൾ നോക്കിയേ. ഇപ്പൊ ടൈമിന്റെ വാല്യൂ ഈക്വൽ ടു 22 ആണ്. ഓക്കെ, ഇഫ് ടൈം ലെസ് ദാൻ 10 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ഗുഡ് മോർണിംഗ് പ്രിന്റ് ചെയ്യണം. ഇനി അതല്ല, വേറൊരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു, എൽസ് ഇഫ് ടൈം ലെസ് ദാൻ 20 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഗുഡ് ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി അത് രണ്ടും അല്ല, ടൈം ലെസ് ദാൻ 10 അല്ല, ടൈം ലെസ് ദാൻ 20 അല്ല, അങ്ങനെയാണെങ്കിൽ എൽസ് ബ്ലോക്കിനകത്ത് എന്ത് കൊടുക്കണം? ഗുഡ് ഈവനിങ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ടൈപ്പ് ചെയ്തേ. ആദ്യത്തിന് മനസ്സിലായോ? ഓക്കെ, ആദ്യത്തെ ലെഫ്റ്റ് ആയി. ഭദ്ര ആദ്യത്തെ ലെഫ്റ്റ് ആയി. അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം. ഇപ്പൊ ഇത് എൽസിഫിന്റെ കോഡാണേ. ഒന്ന് നോക്കിയേ, കോഡ് നോക്കിയേ. അവനൊന്ന് ജോയിൻ ചെയ്യട്ടെ. അല്ലെ, അവൻ വരുമ്പോഴത്തേന് അടുത്തൊന്ന് നോക്കിക്കും. ഈ ഫിൽസ് കഴിഞ്ഞു. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊന്ന് നോക്കുക കേട്ടോ. ഈ എക്സാമ്പിൾ ഈ ഫിൽസ്